വിശദമായ വാർത്തയിലേക്ക് പ്രധാനമന്ത്രി സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 6 മണിയോടെയാണ് പ്രധാനമന്ത്രി കരിപ്പൂരിൽ വിമാനമിറങ്ങുന്നത്. കരിപ്പൂരിൽ നിന്ന് ടി ആതിരയും കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും ചേരുന്നുണ്ട്. ആതിരയിലേക്ക് ആതിര, എല്ലാ ഒരുക്കങ്ങളും ബിജെപി പ്രവർത്തകർ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുണ്ടോ? പ്രധാനമന്ത്രി കൃത്യസമയം എപ്പോഴാണ് എത്തുന്നത്? ധന്യ, പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ച പ്രകാരം 6:10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുക. അതിനുശേഷം 6:10 ഇവിടുന്ന് റോഡ് മാർഗം കോഴിക്കോട് കടപ്പുറത്ത് എത്തിച്ചേരും. പ്രത്യേക വിമാനത്തിൽ 6:10 കോഴിക്കോട് എത്തുന്ന നരേന്ദ്രമോദി 6:30 കടപ്പുറത്തെ വേദിയിലെത്തും. അവിടെ നിന്ന് വിജയ് സങ്കല്പ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 7:10 തിരിച്ച് റോഡ് മാർഗം തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് തിരിക്കും. ഇവിടെ നിന്ന് 7:30 പ്രത്യേക വിമാനത്തിൽ മധുരയിലേക്ക് തിരിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ തുടർന്ന് പഴുതടച്ച സുരക്ഷയാണ് പോലീസ് കോഴിക്കോട് നഗരത്തിലും കരിപ്പൂർ വിമാനത്താവളത്തിലും അതുപോലെ തന്നെ കടപ്പുറത്തും ഒരുക്കിയിരിക്കുന്നത്. ശരി ആതിര, മുഹമ്മദ് ഷഹീദ് കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഷഹീദ്, ഒരു വലിയ റാലിയാണ് പ്രതീക്ഷിക്കുന്നത്. ബിജെപി പ്രവർത്തകരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടോ? പ്രധാനമന്ത്രി 6:15 കോഴിക്കോട്ടേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെ വിഷയങ്ങളായിരിക്കും പ്രധാനമായും പ്രധാനമന്ത്രി സംസാരിക്കാൻ പോകുന്നത്? വിവരങ്ങൾ. തന്നെ തീർച്ചയായും 6:30 അദ്ദേഹം കടപ്പുറത്തെത്തുമെന്നാണ് നമുക്ക് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. കടപ്പുറത്തേക്ക് ഇപ്പോൾ തന്നെ പ്രവർത്തകർ എത്തിത്തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷത്തോളം പ്രവർത്തകർ, 1 ലക്ഷത്തിലധികം പ്രവർത്തകർ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിജയ് സങ്കല്പ റാലിയിൽ എത്തിക്കുമെന്നാണ് BJP നേതാക്കൾ കണക്കുകൂട്ടുന്നത്, എത്തിച്ചേരുമെന്നാണ് BJP നേതാക്കൾ കണക്കുകൂട്ടുന്നത്. ഏറ്റവും പ്രധാനമായും നരേന്ദ്രമോദിയുടെ ഈ കോഴിക്കോട് നടത്തുന്ന പ്രസംഗം തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പ്രധാനമായും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം നേരത്തെ നടത്തിയ വിമർശനം, അമേഠിയിൽ നിന്നും വയനാട്ടിലേക്ക് ഒളിച്ചോടി എന്നുള്ള വിമർശനം, ന്യൂനപക്ഷ മണ്ഡലത്തിലേക്ക് ഒളിച്ചോടി എന്നുള്ള വിമർശനം, അത് അദ്ദേഹം കൂടുതൽ ശക്തമായി കോഴിക്കോട് വെച്ച് ഉന്നയിക്കുമോ എന്നുള്ളത് കാര്യം നമുക്ക് പ്രസംഗത്തിൽ അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ വയനാടിനെതിരെ അമിത്ഷായും ഒപ്പം തന്നെ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാർ നടത്തിയ വിമർശനം, പാകിസ്ഥാൻ പരാമർശം ഉൾപ്പെടെയുള്ള വിമർശനം, ഇത് നരേന്ദ്രമോദി ഏറ്റുപിടിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഈ പ്രസംഗത്തിൽ, അദ്ദേഹം കോഴിക്കോട് നടക്കുന്ന പ്രസംഗത്തിൽ അദ്ദേഹം അത്തരം കാര്യങ്ങളിലേക്ക് പോകുമോ എന്നുള്ള കാര്യവും നമുക്ക് കേട്ട് അറിയേണ്ട കാര്യം തന്നെയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഒപ്പം തന്നെ വിശ്വാസ സംരക്ഷണം നടത്തുമെന്ന്, അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണം പ്രഖ്യാപിച്ചുകൊണ്ട് BJP നടത്തിയ പ്രകടന പത്രിക, അതിൽ ഏത് രീതിയിലായിരിക്കും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ പരാമർശം, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുകൾ ഉള്ള സാഹചര്യത്തിൽ അത് മറികടന്ന് നരേന്ദ്രമോദി അത്തരം വിഷയങ്ങളിൽ പരാമർശിക്കുമോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അറിയേണ്ട സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ നേരത്തെ അദ്ദേഹം നടത്തിയ ലാത്തൂരിൽ ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങളിൽ നടത്തിയ ബാലാക്കോട്ട് പുൽവാമ സംഭവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട സാഹചര്യം, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ച സാഹചര്യമുണ്ട്. ഈ സാഹചര്യം എല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും അദ്ദേഹം ഇത്തരം വിഷയങ്ങളിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും രാഷ്ട്രീയ കേരളം അദ്ദേഹത്തിന്റെ പ്രസംഗം ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വലിയ മുന്നേറ്റം പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് BJP. BJPയുടെ പ്രചാരണം കൊഴുപ്പിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് കോഴിക്കോട്ടെത്തുന്നത്. 6:15 പ്രധാനമന്ത്രി കോഴിക്കോട്ടെത്തും. ആതിരയും ഷഹീദുമാണ് വിവരങ്ങൾ നൽകിയത്.